എല്ലാവർക്കും നമസ്കാരം. ഒരു ഗ്ലാസ് പച്ചരി കുതിർത്തതും അതോടൊപ്പം 2 റോബസ്റ്റ പഴം. ഏത്തപ്പഴമായാലും ചെറുപഴമായാലും കുഴപ്പമില്ല. ഞാനിവിടെ റോബസ്റ്റ പഴം 2 റോബസ്റ്റ പഴം, 3/4 ഗ്ലാസ് ശർക്കരപ്പാനി, ശർക്കരയിൽ അല്പം വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുത്തത്, ഒരു 2 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുത്ത് ചെറിയ തരിയോടുകൂടി. ഒരുപാട് തരിയാകാൻ പാടില്ല, ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് മാവാകാതെ അരച്ചെടുക്കണം. അതോടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തയ്യാറായി. തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അല്പം തേങ്ങ തിരുകിയത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുത്തതിന് അല്പം നെയ്യും കൂടി ചേർത്ത് ഈ മാവിലോട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്ത് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലോട്ട് ചേർത്തും ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അല്പം നെയ്യൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്ത്, അതോടൊപ്പം തന്നെ അല്പം കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഒരു 3-4 ടീസ്പൂൺ എള്ള് ചേർക്കാം നമുക്ക്. അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ചൂടായ എണ്ണയിലോട്ട് ഒഴിച്ച് വറുത്ത് കോരിയെടുത്താൽ രുചികരമായ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അരച്ച് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.